ഹായ് സ്റ്റുഡൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ സ്പെസിമെനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പാർട്ട്ണർഷിപ്പിലുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. പ്രൊപ്പറേറ്ററി കൺസേൺ പോലെ പാർട്ട്ണർഷിപ്പും ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്താൽ ഒന്നുകിൽ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ്, അതാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നത്. പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്ന് അറിയാൻ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ് എത്രയാണെന്ന് അറിയാനാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് ഇതെന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്ത് കിട്ടിയ നെറ്റ് പ്രോഫിറ്റ് എങ്ങനെയാണ് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനാണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെയ്യുന്നത്. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന്, അതായത് നെറ്റ് പ്രോഫിറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ചെയ്യുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് തുടങ്ങുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, സാധാരണ പോലെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഉണ്ടായിരിക്കും. പാർട്ടിക്കുലേഴ്സ് കോളം, എമൗണ്ട് കോളം, രണ്ട് സൈഡിലും. ഹെഡിങ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡ്, ഏത് വർഷത്തേക്കാണോ അത് ചെയ്യുക. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ടാണ്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എത്രയാണോ നെറ്റ് പ്രോഫിറ്റ് കിട്ടിയത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ, ആ നെറ്റ് പ്രോഫിറ്റ് ഇവിടത്തേക്ക് ബ്രോട്ട് ഡൗൺ ചെയ്തിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ തുടങ്ങുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ക്രെഡിറ്റ് സൈഡിൽ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതായത് നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ഫ്രം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതാണ് ഇവിടെ വരുന്നത്. ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നിട്ട് ആ എമൗണ്ട് ഇവിടെ ഇട്ട് കൊടുക്കുക. ആ പ്രോഫിറ്റ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, എത്ര പാർട്ട്നേഴ്സ് ഉണ്ടോ ആ പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതുപോലെ പാർട്ട്നേഴ്സ് സാലറി അല്ലെങ്കിൽ പാർട്ട്ണർ റെമ്യൂണറേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിക്കണം. പിന്നെ പാർട്ട്നേഴ്സ് കമ്മീഷൻ ഉണ്ടെങ്കിൽ അത്. പിന്നെ പ്രോഫിറ്റിൻ്റെ ഒരു പോർഷൻ റിസർവ് ആക്കി മാറ്റുന്നുണ്ടെങ്കിൽ ആ റിസർവ് കൂടി ഇവിടെ കാണിച്ചിരിക്കണം. അതായത് നെറ്റ് പ്രോഫിറ്റിൻ്റെ എത്രയെങ്കിലും ഭാഗം നമ്മൾ റിസർവിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ ആ റിസർവ് ഇവിടെ കാണിച്ചിരിക്കണം. പിന്നെ ക്രെഡിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അത് കാണിക്കുക. പാർട്ട്നേഴ്സിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുക. ഔട്ടർ കോളത്തിൽ ടോട്ടൽ എമൗണ്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ടോട്ടൽ ചെയ്തിട്ട് ഡിഫറൻസ്, അതായത് ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും ടോട്ടൽ ചെയ്യുക. ഡിഫറൻസ് പ്രോഫിറ്റ് ആണെങ്കിൽ ട്രാൻസ്ഫേർഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പ്രോഫിറ്റ്, അതായത് ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവും ആണെങ്കിൽ ഈ റിസർവ് വരെ എൻ്റർ ചെയ്തിട്ട് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് സൈഡിനെക്കാട്ടിയും കുറവാണ് ഡെബിറ്റ് സൈഡ് എങ്കിൽ ഡിഫറൻസ് പ്രോഫിറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ആ പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് പ്രകാരം അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് റൂൾ പ്രകാരം എന്താണോ പറഞ്ഞിട്ടുള്ളത് ആ റേഷ്യോയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഇനി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇനി വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് സാലറി അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് കമ്മീഷൻ കൊടുക്കണമെന്ന് കമ്പൽസറി ആയിട്ട് പറഞ്ഞിട്ടില്ല. പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൽ ഇത്ര ഇൻട്രസ്റ്റ് കൊടുക്കണം അല്ലെങ്കിൽ സാലറി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഇതുപോലെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിന് വരുന്ന ഓരോന്നിനും, അതായത് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലേക്ക് അക്കൗണ്ടിലേക്ക് ഈ സാലറി കമ്മീഷനൊക്കെ ട്രാൻസ്ഫർ ചെയ്യുമ്പം അതിന് ജേണൽ എൻട്രി ഉണ്ടായിരിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. അതിനു മുന്നേ ഇവിടെ ഞാൻ പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതായത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട് എന്ന് പറയാൻ കാരണം രണ്ട് മെത്തേഡിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട്. ഒന്ന് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും മറ്റൊന്ന് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലാണെങ്കിലാണ് കറണ്ട് അക്കൗണ്ടിലേക്ക് പോകേണ്ടത്, പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ. അല്ലാതെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് മാത്രമേ എഴുതണ്ടൂ, കറണ്ട് അക്കൗണ്ട് വേണ്ട. ഓക്കെ, ഇതിൽ നമ്മൾ ഫസ്റ്റ് എൻട്രി ചെയ്യുക ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണെന്ന് പറഞ്ഞു, നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അതാണ് ഈ പോസ്റ്റ് ചെയ്ത ഐറ്റത്തിൻ്റെ ജേണൽ എൻട്രി. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് എങ്ങനെയാണെന്ന് നോക്കാം.
ആദ്യം നമ്മൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്ന ജേണൽ എൻട്രി എഴുതണം. അതായത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്ന ജേണൽ എൻട്രി അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി എന്നാ പറയും. അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി എന്താണെന്ന് നോക്കാം. അതായത് ഡ്രോയിങ്സിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട്. ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട് എന്ന് പറയാൻ കാരണം ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലും ഫിക്സഡ് ക്യാപിറ്റൽ ആണെങ്കിൽ കറണ്ട് അക്കൗണ്ടിലുമാണ് വരുന്നത്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട് ആഫ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്. ഡ്രോയിങ്സിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ആണിത്. ഇനി ഇത് അതായത് ട്രാൻസ്ഫർ ചെയ്യുമ്പം ഇൻട്രസ്റ്റ് ഇവിടെ ക്രെഡിറ്റ് ചെയ്ത ഡ്രോയിങ്സ് ഡെബിറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ആഫ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഈ രണ്ടാമത്തെ ജേണൽ എൻട്രിയാണ് ഞങ്ങളിവിടെ പോസ്റ്റ് ചെയ്തത്. ഇത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ഇത് ക്ലോസിംഗ് എൻട്രി ഇതുമായിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ആഫ്റ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട്. അതായത് ഇൻട്രസ്റ്റ് അതായത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ടിലാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരുന്നത്. ഇത് പോസ്റ്റ് ചെയ്യേണ്ടത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട്. പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വലായിട്ട് പാർട്ട്ണറെ കാണിച്ചു കൊടുക്കണം. എത്ര പാർട്ട്നേഴ്സ് ഉണ്ടോ ആ ഓരോ പാർട്ട്ണറുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് പോകേണ്ടത്. ഇതിൻ്റെ ക്ലോസിംഗ് എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആഫ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ക്ലോസിംഗ് എൻട്രിയാണ് ഞങ്ങൾ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആഫ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഓരോ പാർട്ട്ണർക്കും സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാർട്ട്നേഴ്സ് സാലറി. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി പാർട്ട്നേഴ്സ് സാലറി ഓർ കമ്മീഷൻ. സാലറിക്കായാലും കമ്മീഷനായാലും സെപ്പറേറ്റ് കാണിക്കണമെന്നേ ഉള്ളൂ. ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതായത് ഏത് പാർട്ട്ണർക്കാണോ സാലറി അല്ലെങ്കിൽ കമ്മീഷൻ കൊടുക്കുന്നത് അതാത് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിലേക്കാണ് അത് പോകേണ്ടത്. അപ്പം ചിലപ്പോൾ എല്ലാവർക്കും സാലറി കൊടുക്കണം എന്നില്ല. എത്ര പാർട്ട്നേഴ്സിന് സാലറി കൊടുക്കുന്നുണ്ടോ ആ പാർട്ട്ണറുടെ സാലറീസ് അക്കൗണ്ട് ആഫ്റ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതിൻ്റെ ക്ലോസിംഗ് എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആഫ്റ്റർ ടു പാർട്ട്നേഴ്സ് സാലറി ഓർ കമ്മീഷൻ. പാർട്ട്നേഴ്സ് സാലറി ഓർ കമ്മീഷൻ കുറേ 2-3 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം, എല്ലാവർക്കും കൊടുക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ക്ലോസിംഗ് എൻട്രി. നെക്സ്റ്റ് റിസർവ് ആണ്. റിസർവ് പ്രോഫിറ്റ് നിന്ന് മാറ്റി വെക്കുന്നതാണ്. അപ്പോൾ അതിന് ഒറ്റൊരു ജേണൽ എൻട്രി മാത്രമേ വേണ്ടൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആഫ്റ്റർ ടു റിസർവ്. ഓക്കെ, അപ്പം റിസർവിൻ്റെ ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആഫ്റ്റർ ടു റിസർവ്. ഇനി ടോട്ടൽ ചെയ്ത് ഡിഫറൻസ് പ്രോഫിറ്റ് ആയിട്ട് വരുമ്പോൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡിലൊന്നും പറഞ്ഞില്ലെങ്കിൽ ഈക്വലായിട്ട് പാർട്ട്നേഴ്സിനെ ഡിവൈഡ് ചെയ്യും. അപ്പോഴുള്ള ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആഫ്റ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഈ നെറ്റ് പ്രോഫിറ്റിനും റിസർവിനും പ്രോഫിറ്റിനും ഒരു ജേണൽ എൻട്രി മാത്രമേ വരുന്നുള്ളൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആഫ്റ്റർ ടു റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആഫ്റ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഇതിന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആഫ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ. ബാക്കി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സ് സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അതിനൊക്കെ 2 എൻട്രി വരുന്നുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രിയും ക്ലോസിംഗ് എൻട്രിയും. ഓക്കെ, അപ്പം ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.